നമസ്കാരം, എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗ്രീഡ് സാറാണ്. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിൽ നമ്മൾ 7ാമത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് ഞാൻ നോക്കിയിട്ടില്ല. ഫിസിക്കൽ വേൾഡ് പോലെ നമ്മൾ എല്ലാ ചാപ്റ്ററും ചെയ്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഇന്ന് നമ്മൾ ഗ്രാവിറ്റേഷൻ ആണ്. നിങ്ങൾ ഒരു കാര്യം ഞാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. 5 മണിക്ക് എൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് 5 മണിക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും 7 മണിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും ആണ്. ഇപ്പം യൂട്യൂബിന്റെ എന്തൊക്കെയോ ഒരു മോഡിഫിക്കേഷൻസും ഒക്കെ വരുന്നുണ്ട്. കൃത്യമായിട്ട് ആർക്കും തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല. വളരെ അപൂർവം പേർക്ക് കിട്ടുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ കേൾക്കുന്നവർ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം 2 ആഴ്ചയൂടെ ഉള്ളൂ. കൃത്യം 14 ദിവസമേ ഇനി നമുക്ക് പരീക്ഷയ്ക്ക്. അന്നേരം കൃത്യമായിട്ട് നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ചിലപ്പം നോട്ടിഫിക്കേഷൻ 12 മണിക്കൂറും ഒരു ദിവസമൊക്കെ ശേഷമായിരിക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അന്നേരം നിങ്ങൾ ഈ 5 മണിക്ക് എന്തായാലും ചാനൽ നോക്കുക, ഗ്രീഷ് ഫിസിക്സ് എന്ന ചാനൽ നോക്കുക. നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും ഇനി ഒരുപാട് പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷേ ബെല്ലൈക്കണിൽ നിങ്ങൾ പേഴ്സണലൈസ്ഡ് ഓൾ എന്നുള്ള ഓപ്ഷൻസ് എപ്പോഴും ഇതാക്കണം. അന്നേരം നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത് പലരും ചെയ്ത് കാണത്തില്ല, അന്നേരം നോട്ടിഫിക്കേഷൻസ് ഇതാകത്തില്ല. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അന്നേരം നിങ്ങൾ ഈ 5 മണിക്ക് 7 മണിക്കും ചാനൽ എടുത്ത് നോക്കിയാൽ അതിനകത്ത് വീഡിയോ വന്നിരിക്കും, അപ്ലോഡ് ചെയ്തിരിക്കും. നോട്ടിഫിക്കേഷൻസ് വരുന്നതിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട്. അത് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് നമുക്ക് പഠിച്ചു പോവാം. ഇന്ന് ഗ്രാവിറ്റേഷനകത്തും നല്ല ക്വസ്റ്റ്യൻസ്, നല്ല ഗംഭീരമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്തൊന്നും നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ചൂസ് ചെയ്ത് നന്നായിട്ട് പഠിക്കാം. മാക്സിമം ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം മാർക്ക്. ടാഗ് ലൈന് യാതൊരു വ്യത്യാസവും ഇല്ല. ശരിക്കും കഷ്ടപ്പെടുക, മാർക്ക് കിട്ടും നിങ്ങൾക്ക്. ഓക്കേവാ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാം. ഗ്രാവിറ്റേഷനകത്ത് നിങ്ങളുടെ 2020 ക്വസ്റ്റ്യൻ തുടങ്ങാം. ദി എസ്കേപ്പ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട് ഫ്രം ദി എർത്ത് ഈസ് 11.2 km/s. ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട്. അത് എ ആണ്. ബി, ഹൗ എസ്കേപ്പ് സ്പീഡ് ഈസ് റിലേറ്റഡ് ടു ദി മാസ് ഓഫ് ദി ഒബ്ജക്ട്. ആദ്യം തന്നെ പറഞ്ഞോളട്ടെ, ഇതിനകത്ത് ഈ ഗ്രാവിറ്റേഷനകത്ത് ഏറ്റവും ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യനിൽ ഒരെണ്ണം ഈ എസ്കേപ്പ് വെലോസിറ്റി ആണ്. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തേക്കുന്ന പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ഒരെണ്ണം എസ്കേപ്പ് വെലോസിറ്റി ആണ്. അന്നേരം അത് നിർബന്ധമായിട്ട് നിങ്ങൾ എസ്കേപ്പ് വെലോസിറ്റി പഠിച്ചിരിക്കണം. ഉറപ്പാണ്, പഠിച്ചിട്ടേ പോകാറുള്ളൂ. എസ്കേപ്പ് വെലോസിറ്റി ചോദിക്കാതിരിക്കുന്നില്ല, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അന്നേരം ഇതിനകത്ത് escape speed of an object from the earth is 11.2 km/s. Define escape speed of an object. Escape velocity എന്താണെന്നുള്ളോ ക്ലിയർ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാമെന്നുള്ളത്. The minimum velocity with which the body must be projected so that it may escape from the gravitational field of the earth. ഇതിനെ പറയുന്ന പേരാണ് കൃത്യ ഡെഫിനിഷൻ escape velocity. അന്നേരം the minimum velocity with which a body must be projected so that it may escape from the gravitational field of the earth. എന്നെ പറയുന്ന പേരെന്തോ എസ്കേപ്പ് വെലോസിറ്റി. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എസ്കേപ്പ് വെലോസിറ്റിയെ പറയുന്ന മറ്റൊരു പേരുണ്ട് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയും. സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. അന്നേരം നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ റിലേറ്റ് ചെയ്ത് ഒരെണ്ണം പഠിക്കാം. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഈ എസ്കേപ്പ് വെലോസിറ്റിയുടെ കൂട്ടത്തിൽ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഓർത്തേക്ക്. അന്നേരം ഇത് ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡ് ഈസ് റിലേറ്റഡ് ടു ദി മാസ് ഓഫ് ദി ഒബ്ജക്ട്. മാസ് ഓഫ് ദി ഒബ്ജക്റ്റുമായിട്ട് എസ്കേപ്പ് വെലോസിറ്റി റിലേഷൻ ഉണ്ടോ? നമുക്ക് ഒരു ഇക്വേഷൻ വെച്ച് അങ്ങ് ചെക്ക് ചെയ്യാം, പിന്നെ കുഴപ്പമില്ല. എസ്കേപ്പ് വെലോസിറ്റി ആണ് VE. വി എന്ന് പറഞ്ഞ വെലോസിറ്റി, E എന്ന് പറഞ്ഞ എസ്കേപ്പ്. അന്നേരം എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദി എർത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. V is √2gm ക്യാപിറ്റൽ ആണ് ബൈ R. ഈ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ആറും യഥാർത്ഥത്തിൽ ഗ്രാവിറ്റേഷനകത്ത് മാസ് ഓഫ് ദി എർത്തും റേഡിയസ് ഓഫ് ദി എർത്തും, എർത്തിന്റെ റേഡിയസും മാസും ക്യാപിറ്റൽ ലെറ്ററിലാണ് ഗ്രാവിറ്റേഷനകത്ത് സാധനം കൊടുക്കാറുള്ളത്. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഇത് മാസ് ഓഫ് ദി എർത്താ. മാസ് ഓഫ് ദി ഒബ്ജക്റ്റുമായിട്ട് എസ്കേപ്പ് വെലോസിറ്റിക്ക് ബന്ധമുണ്ടോ? ഇതിനകത്തുണ്ടോ? ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. സ്മോൾ എം ആണ് നമ്മൾ സാധാരണ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്, മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അത് നമ്മൾ എങ്ങനെ എഴുതണം? ഇത്രേ ഉള്ളൂ. ഹൗ എസ്കേപ്പ് speed is related to the mass of the object. Escape speed is independent of mass of the object. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദി ഒബ്ജക്ട്. ഇതാണ് ആൻസർ. 2 മാർക്ക് നിങ്ങളുടെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. 2020. ഓക്കെ,
അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലേ? എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദി എർത്ത് സർഫസ് എന്ന് പറയുന്നത് 11.2 km/s. ആണ്ടാ കിടക്കുന്നു. ഇതെല്ലാം ഇതുമായിട്ട് ചേർത്തങ്ങ് ഇപ്പം പഠിച്ചോളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫോർ എ പാർട്ടിക്കിൾ ടു ലീവ് ഫ്രം എർത്ത്സ് ഫീൽഡ് ഇറ്റ് ഷുഡ് ബി പ്രൊജക്റ്റഡ് വിത്ത് എ മിനിമം വെലോസിറ്റി. ആ എസ്കേപ്പ് വെലോസിറ്റി അങ്ങ് തറപ്പിച്ചങ്ങ് പഠിപ്പിക്കുകയാണ്. ഫോർ എ പാർട്ടിക്കിൾ ടു ലീവ് ഫ്രം എർത്ത് ഫീൽഡ്, എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുന്ന വെലോസിറ്റിയെ പറയുന്ന പേരെന്താന്ന് ചോദിക്കുന്നത്? നെയിം ദി വെലോസിറ്റി. ആൻസർ ഈസ് സിംപ്ലി സൂപ്പർ എസ്കേപ്പ് വെലോസിറ്റി അല്ലേ? ഒരു എർത്തിന്റെ ഫീൽഡിൽ നിന്ന് ലീവ് ചെയ്യുക അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ നോക്കുക വേണ്ട, എസ്കേപ്പ് വെലോസിറ്റി തന്നെയാണ്. അടുത്തത് മുമ്പേ നമ്മൾ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് വട്ടം ഈ ക്വസ്റ്റ്യൻ 1 മാർക്കായിട്ടും 2 മാർക്കായിട്ടും ചോദിച്ചിട്ടുണ്ട്. ആൻ എലിഫന്റ് ആൻഡ് ആൻ ആന്റ്, ഒരു ആനയും ഉറുമ്പും ടു ബി പ്രൊജക്റ്റഡ് ഫ്രം എർത്ത് ടു സ്പേസ്, എർത്തിൽ നിന്ന് സ്പേസിലോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ വെദർ ദി വെലോസിറ്റി സെയിം ഓർ ഡിഫറെന്റ്, ജസ്റ്റിഫൈ. മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ v is equal to root of, നമ്മൾ പ്രൂഫ് ഒക്കെ ചെന്ന് പറയണം. v is root of 2gm/r, that is escape velocity is independent of mass of the object. ഇതെല്ലാം ഒബ്ജക്റ്റ്. എലിഫന്റും ആൻഡ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ബോഡിയാണ്, മാസ് ഓഫ് ദി എർത്ത് അല്ല. അന്നേരം വെലോസിറ്റി ഈസ് escape velocity is independent of mass of the body, therefore both are projected with the same velocity. Both are projected with the same velocity. ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഇത്രയും എഴുതിയാൽ മാറിഞ്ഞു പോരും. ഇപ്പം ഇനി എസ്കേപ്പ് വെലോസിറ്റി എന്നൊരു സംശയം നിങ്ങൾക്ക് വരില്ല. എന്നാൽ എസ്കേപ്പ് വെലോസിറ്റി നിങ്ങൾ പഠിക്കുമ്പം അതിന്റെ ഡെറിവേഷൻ സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി ആണ്. എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണ് അതിന്റെ ഫ്രം ദി എർത്ത് സർഫസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദി ബോഡി, ഇത്രയും കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചങ്ങ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തേക്കണം. അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമായ എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ച് ഒരു ധാരണ കിട്ടി. ഇനി കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്കൊക്കെ നമുക്ക് കയറി പോകണം അല്ലേ? പീരീഡ് ഓഫ് സാറ്റേൺ ഈസ് 29.5 years. പീരീഡ് ഓഫ് സാറ്റേൺ എന്ന് പറഞ്ഞ പ്ലാനറ്റ് ആണ്. അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 29.5 years എന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് സാറ്റേൺ ഫ്രം ദി സൺ. The radius of the Earth's orbit is 1.5 into 10⁸ km. അത് തന്നിട്ടുള്ളതാണ്. ഇത് റിപ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 5-6 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ഒരെണ്ണമാണ്. അന്നേരം നമ്മൾ കെപ്ലറിന്റെ ലോസ് പഠിച്ചിട്ടുണ്ട്. കെപ്ലറിന്റെ ഫസ്റ്റ് ലോസ്, കെപ്ലറിന്റെ സെക്കൻഡ് ലോ, കെപ്ലറിന്റെ തേർഡ് ലോ. അതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കുക, സെക്കൻഡ് ലോയുടെയും തേർഡ് ലോയുടെയും പ്രൂഫ് നന്നായിട്ട് പഠിക്കുക. സെക്കൻഡ് ലോയെ പറയുന്നവര് ലോ ഓഫ്, ഫസ്റ്റ് ലോയെ പറയുന്നവര് ലോ ഓഫ് ഓർബിറ്റ്, സെക്കൻഡ് ലോയെ പറയുന്നവര് ലോ ഓഫ് ഏരിയാസ്, തേർഡ് ലോയെ പറയുന്നവര് ലോ ഓഫ് പീരീഡ് അല്ലെങ്കിൽ ഹാർമോണിക് ലോ. ഈ പ്രോബ്ലത്തിൽ നമ്മൾ എടുക്കുന്ന ലോ ഓഫ് പീരീഡ് അല്ലെങ്കിൽ ഹാർമോണിക് ലോ ആണ്. ആ ലോ അനുസരിച്ച് ഫ്രം കെപ്ലേഴ്സ് തേർഡ് ലോ അനുസരിച്ചാണ് ലോ T² is directly proportional to R3. അത് നമുക്കറിയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. T² is directly proportional to R3 എന്നാണ്. ഇനി ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, സാറ്റേൺ ഉണ്ട്, എർത്ത് ഉണ്ട്. അന്നേരം സ്വാഭാവികമായിട്ടും രണ്ടെണ്ണം ഉള്ളപ്പോൾ രണ്ടിന്റെയും ടൈം പീരീഡും രണ്ടിന്റെ റേഡിയസും നമ്മൾ എഴുതാം. നമുക്ക് ഇങ്ങനെ എഴുതാം T1/T2. T² എന്ന് എഴുതുന്നത് T1/T2 the whole square equal R എന്നുള്ളത് R1/R2 the whole cube. നമ്മൾ എർത്തിനെ ഒട്ടും മോശമായിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല. ഭൂമിയാണ് സംഭവമാണ്, ഉറപ്പായിട്ടും ഭൂമി ദേവിയാണ് അല്ലേ. അങ്ങനെയൊക്കെ ആകുമ്പോൾ എർത്തിന്റെ എല്ലാം നമുക്ക് T1 R1 എടുക്കാം. അന്നേരം പിന്നെ കുഴപ്പമില്ലല്ലോ. നമുക്ക് സാറ്റേണിനെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം, T2 R2 ഒക്കെ ആക്കാം. അന്നേരം എർത്തിന്റെ ടൈം പീരീഡ് T1, എർത്തിന്റെ റേഡിയസ് R1, T2 R2 സാറ്റേണിന്റെ ടൈം പീരീഡും റേഡിയസും ആക്കാം. അന്നേരം കൺഫ്യൂഷൻ മാറിയല്ലോ. അന്നേരം T1 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേക്കുക 1 year ആയിട്ടാണ് എടുക്കേണ്ടത്, കാരണം പീരീഡ് ഓഫ് ദി എർത്ത് ആണ്. അന്നേരം അത് വ്യക്തമായിട്ട് അവിടെ കൊടുക്കുക. T1 എന്ന് പറയുന്നത് 1 year ദി പീരീഡ് ഓഫ് ദി എർത്ത്. T2 തന്നിട്ടുണ്ട് പീരീഡ് ഓഫ് സാറ്റേൺ. സാറ്റേണിന്റെ പീരീഡ് നമുക്ക് T2 ആയിട്ട് എടുത്താൽ മതി, 29.5 years. ഇനി R1 തന്നിട്ടുണ്ട് റേഡിയസ് ഓഫ് ദി എർത്ത് ഓർബിറ്റ്. അന്നേരം നമ്മൾ എർത്തിന്റെ ആയിട്ട് നമ്മൾ R1 എന്ന് എഴുതി 1.5 into 10⁸ കിലോമീറ്റർ. സ്വാഭാവികമായിട്ട് നമുക്കറിയാം T1 ഉം T2 ഉം R1 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദി ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് സാറ്റേൺ ഫ്രം ദി സൺ എന്ന് പറഞ്ഞാൽ R2 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ നോക്കി 1/,
T1 ന് പകരം 1 by T2 ന് പകരം 29.5 the whole square equal R1 by R2. R1 എന്ന് പറയുന്നത് 1.5 into 10 raised to 8 by R2 ആണ് കണ്ടുപിടിക്കേണ്ടത്, R2 the whole cube. ഓക്കെ, ഇനി അതിൽ നിന്ന് R2 the whole cube ആണ് കണ്ടുപിടിക്കേണ്ടത്, ഈക്വൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം 1.5 into 10 raised to 8 the whole cube into 29.5 the whole square, പിന്നെ ഒരു ക്യൂബ് കൊണ്ടുപോകും in 29.5 the whole raised to 2 by 3. ഓക്കെ, ചെയ്ത് നോക്കുക, അത് കൃത്യമായിട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് ഉത്തരം കിട്ടും. ചെയ്ത് നോക്കി എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്തേക്കുക. R2 is equal to 14.3 into 10 raised to 8 കിലോമീറ്റർ. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. അന്നേരം ഇങ്ങനെ വേണം. വളരെ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം എന്നാണ് പറയുന്നത്, പക്ഷേ ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രോബ്ലം എന്ന് ഞാൻ പറയും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം T1ഉം T2ഉം T1 ആയിട്ട് എടുക്കേണ്ടതും T1ഉം R1ഉം എപ്പോഴും എർത്തിന്റെ ടൈമും എർത്തിന്റെ ടൈം പീരീഡും എർത്തിന്റെ റേഡിയസ് ആയിട്ട് എടുത്തേക്കുക. ബാക്കി ഏതെങ്കിലും പ്ലാന്റ് വരുന്നത് അത് R1 R2ഉം T2 ആയിട്ട് എടുത്തേക്കുക. അന്നേരം ചെയ്യേണ്ടത് കെപ്ലറിന്റെ തേർഡിൽ ഒരുങ്ങുന്നതാണ്. സിംപ്ലി ഇതേ വാല്യൂ പോലും വ്യത്യാസമില്ലാതാണ് എല്ലാ വർഷവും ചോദിക്കുന്നത് മിക്കവാറും, ഒരു 99%. So please don't miss it. Very important. ഓക്കെ, വാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒരു പ്രോബ്ലം ചെയ്തു. എന്നിട്ട് നമുക്കൊന്ന് ആശ്വസിക്കാം. വേറൊരു സിമ്പിൾ അല്ല, നമുക്കൊരു റെസ്റ്റ് കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. Is there a constant associated with gravitation? ഇവിടൊക്കെ തറപ്പിച്ച് ഉത്തരം പറയേണ്ട സാധനങ്ങളാണ്. Is there a constant associated with gravitation? ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺസ്റ്റന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% sure. Is there a constant? Yes, there is a constant known as gravitational constant. ആ കോൺസ്റ്റന്റിനെ പറയുന്ന പേരെന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. വേറെ ഒരു കോൺസ്റ്റന്റും അല്ല, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. നമ്മൾ ധൈര്യമായിട്ട് ഉത്തരത്തിലേക്ക് കയറാം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, വാ. ബി, ഇഫ് സോ, ഈ കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നില്ല. ഇഫ് സോ, ഡിഫൈൻ ഇറ്റ് യൂസിങ് എനി ഓഫ് ആൻ ഇക്വേഷൻ കണക്ടിങ് ഇറ്റ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ചെയ്യുകയും വേണം, ഇക്വേഷനിലൂടെ ഡിഫൈൻ ചെയ്യണം. എഴുതാം. F is equal to G into M1 M2 by R square എന്നല്ലേ ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ച് നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിന് G ഒന്ന് കണ്ടുപിടിച്ചേ. G is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ G ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് FR square by M1 M2 അല്ലേ? എന്നാൽ G ക്കുള്ള ഇക്വേഷൻ ആയല്ലോ, ആയില്ലേ? G is equal to FR square by M1 M2. വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇനി അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഞാൻ ഇവിടെ ഒന്നുകൂടെ എഴുതുകയാണ്. G is equal to FR square by M1 M2. നമ്മൾ ഒന്നും കുറയ്ക്കുന്നില്ല. M2. ഓക്കെ, ഇനി G is equal to F എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാം. എന്തൊക്കെ കണ്ടീഷൻസ് ഉപയോഗിക്കണമായിരിക്കും? R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. R എന്ന് പറയുന്നത് 1 മീറ്റർ ആയിരിക്കണം. M1 is equal to M2 is equal to 1 കിലോഗ്രാം ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ G is equal to F എന്ന് എഴുതാമല്ലോ. therefore G is equal to F. ഇനി ഒന്ന് ഡിഫൈൻ ചെയ്തേ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് is defined as the, എന്റെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു പോകണേ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് is defined as the force of attraction between unit masses. അതാണ് M1 is equal to M2 is equal to 1 kilogram separated by unit distance. അതാണ് R is equal to 1 meter. പഠിച്ചു കഴിഞ്ഞു. അന്നേരം ഇക്വേഷൻ G is equal to FR square by M1 M2. Gravitational constant is defined as the force of attraction between unit masses. Force of attraction between unit masses separated by unit distance. And definition crystal clear. Okay. അത് കഴിഞ്ഞു. ഇനി C, obtain its dimension. ഇതിന്റെ ഡയമെൻഷൻ എഴുതണം. എഴുതാം, നോക്കൂ. G is equal, ഒന്നുകൂടെ അങ്ങ് എഴുതാം, FR square by M1 M2. G is equal to, എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു, ഫോഴ്സ് ഡയമെൻഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് കേട്ടോ. ഫോഴ്സിന്റെ ഡയമെൻഷൻ mL t raised to -2 into R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അന്നേരം R square ആകുമ്പോൾ L square by M1 M2 എന്ന് പറയുന്നത് മാസ് ആണ്, M square. ഇവിടെ എഴുതാണ് G is equal to mL t raised to -2 into L square into M square മുകളിലോട്ട് പോയാൽ M raised to -2. ഇങ്ങനെ ക്യാൻസൽ ആക്കുകയും ചെയ്യാം. ഞാൻ ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ.
G is equal to m എന്ന് പറഞ്ഞാൽ m raised to 1 m raised to minus 2 അതിനെന്ത് വരും m raised to minus 1 L into L square L cube a raised to m into a raised to m plus n t raised to minus 2. Okay ഒരു ഡയമെൻഷൻ. എത്ര ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് നോക്കി. വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഈക്വേഷൻ തന്നെ നോക്കി. ഡി സി എവിടെ തുടങ്ങി ഇവിടെ അല്ലേ. ഓക്കെ ഡി എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് അങ്ങനെ സി ഡി എന്നൊക്കെ പറഞ്ഞു പോകണം കേട്ടോ, അല്ലാതെ എഴുതരുത്. യൂണിറ്റ് ജി സി എഫ് ആർ സ്ക്വയർ ബൈ എം എം ടു ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് യൂണിറ്റ് എങ്ങനെ എഴുതുന്നത്? ഫോഴ്സിന്റെ ന്യൂട്ടൺ സിമ്പിൾ. ഡിസ്റ്റൻസിന്റെ മീറ്റർ ആർ സ്ക്വയർ മീറ്റർ സ്ക്വയർ ബൈ മാസ് ഇൻറ്റു മാസ് m1 m2 എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം കിലോഗ്രാം സ്ക്വയർ. ആഹാ അടിപൊളി. അന്നേരം ഇത് ഏകദേശം ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിനെ കുറിച്ച് മൊത്തത്തിലായി. ഒരെണ്ണോടായാൽ 100% ആയില്ലേ. ജിയുടെ വാല്യൂ ഇടം കൊടുത്തു. ക്യാപിറ്റൽ ജിയുടെ വാല്യൂ 6.67 into 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ഇനി അതിന്റെ ഇവിടെ കുഴപ്പം വേണ്ട. ക്യാപിറ്റൽ ജിയുടെ വാല്യൂ ചോദിക്കുമ്പോൾ പലരും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എഴുതാറുണ്ട്. അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ്. ക്യാപിറ്റൽ ജിയുടെ വാല്യൂ 6.67 into 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ക്ലിയർ? ഫോട്ടോ എടുത്ത് അടുത്തത്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്കല്ല ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. രണ്ട് ക്വസ്റ്റ്യൻ എഴുതുന്നത്. വാട്ട് ഈസ് ദി ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻ ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻ ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലെ ടൈം പീരീഡ് കണ്ടുപിടിക്കാം. നോക്കൂ, ആദ്യം ടൈം പീരീഡിനുള്ള ഇക്വേഷൻ സിമ്പിൾ എന്താണ്? ടി ഈസ് ഈക്വൽ ടു 2π into root of L by G. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഫോർ ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇങ്ങനെ എഴുതിയിരിക്കണം. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമ്മളായിട്ടൊന്നും കുറയ്ക്കരുത്. സാറ്റലൈറ്റ് G is equal to 0. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ G is equal to 0. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് T is equal to 2π into root of L by 0. പലരും ഇതിന്റെ ഉത്തരം എഴുതുന്നത് 0 എന്ന് എഴുതി വെക്കും. അതാണ് ഇതിന്റെ വളരെ തെറ്റിക്കുന്ന, ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. L by 0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണ് ഉത്തരം. T is equal to എന്താണ്? ഇൻഫിനിറ്റി. What is the time period of a simple pendulum in an artificial satellite? T is equal to infinity. കിട്ടിയത് എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലായി? ഓക്കെ വാ അടുത്തത്. Earth is continuously pulling the moon towards its center. Why does not it fall on the earth? നല്ല ക്വസ്റ്റ്യൻ. കാരണം നമ്മുടെ ദേഹത്തോട്ട് സണ്ണും മൂണും സ്റ്റാർസ് ഒന്നും വീഴുന്നില്ല. ഒന്ന് ആലോചിക്കുക, എന്തൊക്കെ പ്രതിഭാസങ്ങളാണ് അല്ലേ. ലോകത്തെ ഏറ്റവും നല്ല എഞ്ചിനീയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഒരാളുടെ പേര് പറയും. ഗോഡാണ്, ദൈവമാണ് അല്ലേ. എന്തെല്ലാം നമുക്കൊന്നും ഒരിക്കലും ജീവിതത്തിൽ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം പ്രകൃതിയിൽ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തെ വിശ്വാസം ഞങ്ങൾ പഠിച്ചോണം, നല്ല അടിപൊളിയായിട്ട് പഠിച്ചോണം. അതാണ് ഇതിനകത്തൊക്കെ ആകാശം നീല നിറത്തിൽ അല്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഇതും, ഇലകൾക്ക് പച്ച നിറം, എല്ലാം ഈ ഒരു എഞ്ചിനീയറിന്റെ കളർ സെൻസ് ഒക്കെ എന്താണ് ആലോചിക്കുക. ഓക്കെ പോടാ, നമുക്ക് ഇതിലോട്ട് പോവാം. Earth is continuously pulling the moon towards its center. Why does not it fall on the earth? അന്നേരം നിങ്ങൾ രണ്ട് പോയിന്റ് കൊടുത്താൽ മതി. എന്തൊക്കെയോ ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ്, പിടിച്ചു നിർത്തുന്നതുകൊണ്ടാണ് ഇത് ഒരിക്കലും മൂണും സണ്ണും സ്റ്റാർസും താഴോട്ട് വീഴാത്തത്. പിന്നെ രണ്ട് കാര്യമുണ്ട്. ഇപ്പം മൂണോ സണ്ണോ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. താഴെ വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. ഈ രണ്ട് ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരിക്കലും ഇറ്റ് ഡസ് നോട്ട് ഫോൾ ഓൺ ദി എർത്ത്. വാട്ട് ആർ ദി ടു ഫോഴ്സസ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരിക്കലും ഇതൊന്നും മൂണോ സണ്ണോ സ്റ്റാർസോ ഒന്നും താഴോട്ട് വീഴാതെ. രണ്ട് ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരുന്നോണം. എന്നിട്ട് നിങ്ങൾ സെന്റൻസ് മേക്കിംഗ് ആയിട്ട് നിങ്ങൾ സ്വന്തം സെൻസ് ചെയ്യുക. സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് നെക്സ്റ്റ് ഈസ്, ഇത്രയും മാത്രം എഴുതരുത്, ഇതിനെ സെന്റൻസ് ആക്കണം. എന്റെ നോട്ടിനകത്തതെല്ലാം ഉണ്ട്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ ഒരു വഴിക്ക്, രണ്ട് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബ്രഹ്മാണ്ഡ ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്യണം. നമ്മളിലെ ഏറ്റവും വലിയ സർജറി ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നില്ല ന്യൂറോ സർജറിയാണ്. അത്രയും
വളരെ കാര്യമായിട്ട് ചെയ്യേണ്ടതാണ്. അന്നേരം അതുപോലെ സീരിയസ് ആയിട്ടിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ കിട്ടിയപ്പോൾ കുട്ടികളൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട് ചില വർഷങ്ങളിൽ. ഓക്കെ, നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട്. ജൂപ്പിറ്റർ ഹാസ് മാസ് 318 times that of the Earth and its radius is 11.2 times the Earth radius. Estimate the escape velocity of the body from Jupiter surface. escape velocity എന്തിനെ കണ്ടുപിടിക്കണം? ജൂപ്പിറ്റർ സർഫസിനെ കണ്ടുപിടിക്കണം. നമുക്ക് ആകെ escape velocity അറിയാവുന്ന എർത്തിന്റെ അതെങ്കിലും പറഞ്ഞിരിക്കണം 11.2 km/s. ഓക്കെ, given that തന്നിട്ടുണ്ട് ഭാഗത്തിന് അല്ലെങ്കിൽ പറഞ്ഞിരിക്കണം escape velocity from the earth surface is 11.2 km/s. കുറെ ഡാറ്റ മാസും റേഡിയസും ഒക്കെ ഏതെങ്കിലും പ്ലാനറ്റിന് വന്നു കഴിഞ്ഞാൽ ഏത് പ്ലാനറ്റിനെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? escape velocity കണ്ടുപിടിക്കാൻ പറ്റും. എർത്തിന്റെ മാത്രമല്ല ഏത് പ്ലാനറ്റിന്റെയും. മനസ്സിലായോ? എൻട്രൻസിനൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാം. നോക്കാം. ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കി, escape velocity on the surface of the earth. escape velocity ക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം. മെയിൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ v = √2gm/r എന്നാണ്. എർത്തിന്റെ ആണ് ഞാൻ ve എന്ന് എഴുതി. അതായത് escape velocity ആവും, എർത്തിന്റെ വെലോസിറ്റി ആവും. √2g കോൺസ്റ്റന്റ് ആണ്, മാറ്റമില്ല. എർത്തിന്റെ മാസ് ആയതുകൊണ്ട് me എന്ന് എഴുതി /re. അത് നമുക്കറിയാം. എർത്തിന്റെ escape velocity എന്ന് പറയുന്നത് 11.2 km/s. ഇത് സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമുക്ക് escape velocity on Jupiter എഴുതാമല്ലോ. ve ക്ക് പകരം ജൂപ്പിറ്ററിനായിട്ട് vj ഈക്വൽ √2g കോൺസ്റ്റന്റ്, me ക്ക് പകരം mj മാസ് ഓഫ് ജൂപ്പിറ്റർ ബൈ റേഡിയസ് ഓഫ് ജൂപ്പിറ്റർ rj. ക്ലിയർ? എന്ത് എളുപ്പമാണ്. ഇനി നോക്കി, ജൂപ്പിറ്റർ ഹാസ് മാസ് 318 times that of the earth. എന്നാൽ ജൂപ്പിറ്ററിന്റെ മാസ് എർത്തിന്റെ മാസിനെക്കാട്ടിൽ 318 ടൈംസ് ആണ്. ഇങ്ങനെ എഴുതാമല്ലോ, mj = 318 times me. അതുപോലെ rj റേഡിയസ് ഈസ് 11.2 times the earth radius. എന്ന് പറഞ്ഞാൽ rj = 11.2 എർത്ത് റേഡിയസ് എന്ന് പറയുമ്പോൾ re. ഇത് രണ്ടെണ്ണം ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയാണ്. ക്ലിയർ? ഇനി vj = √2g into mj ക്ക് പകരം 318 into me by rj ക്ക് പകരം 11.2 into re. ഇത്രയും വരെ ക്ലിയർ ആയി. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ സർജറി തുടങ്ങാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. vj = ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ റൂട്ടിൽ നിന്ന് ഈ വാല്യൂസ് ഒഴിച്ച് ബാക്കിയുള്ളതിൽ ഒരു റൂട്ട് ആക്കാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ 2g എടുത്തു, 2g me by re. അത് എടുക്കാനൊരു കാരണം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. 2g me by re എഴുതിയിട്ട് മറ്റേ റൂട്ടായിട്ട് റൂട്ടിൽ തന്നെ എടുക്കുന്നല്ലേ, √318 by 11.2. ഈ സ്റ്റെപ്പ് ക്ലിയർ ആക്കി. 2g me by re ഒരു റൂട്ടിലാക്കി ഇൻറ്റു മറ്റേതും റൂട്ടിലാക്കി √318 by 11.2. ഓക്കെ, കാരണം √2g me by re നോക്കിയേ, √2g me by re കണ്ടോ, ഇവിടെയാണ് കിടക്കുന്നത് 11.2 അല്ലേ. ഇത്രയും സാധനങ്ങൾ നമുക്ക് 11.2 എന്ന് കൊടുക്കാമല്ലോ. അന്നേരം vj = 11.2 ഇൻറ്റു √318 by 11.2. അവിടെ ഓക്കെ. ഇവിടെ വരുമ്പോൾ പലർക്കും ഡൗട്ട് ആവും. vj = √11.2 into 11.2. അങ്ങനെ 11.2 റൂട്ടിൽ √11.2 into √11.2 അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേക്കുന്നേ. √a into √a എന്ന് പറഞ്ഞാൽ a അല്ലേ? അങ്ങനെയാണെങ്കിൽ a തിരിച്ചെഴുതാവല്ലോ. 11.2 നമുക്ക് ഇങ്ങനെ എഴുതാവല്ലോ, √11.2 into √11.2. അത്രയേ ഉള്ളൂ. 11.2 നമുക്ക് √11.2 into √11.2. ഇത് √a by b എന്ന് പറഞ്ഞാൽ √a by √b എന്ന. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? √318 by 11.2 √318 by √11.2. vj = ഈ √11.2 ഈ √11.2 ക്യാൻസൽ. ഓക്കെ വാ. √11.2 into √318. പ്രോബ്ലം ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യണേ. √a into √b √a into √b എന്ന് പറഞ്ഞാൽ √ab. അങ്ങനെയാണെങ്കിൽ vj = √11.2 into 318 ചെയ്ത് നോക്കണം. റൂട്ടറിലെ എടുത്ത് ഗുണിച്ചിട്ട് റൂട്ടറിൽ എടുത്ത് നോക്കുമ്പോൾ vj = ജൂപ്പിറ്ററിന്റെ escape velocity കിട്ടിയ ചില്ലറ കാര്യമൊന്നുമല്ല, 59.7 യൂണിറ്റ് എഴുതിയേക്കണം, km/s. 16 ക്വസ്റ്റ്യൻ
ചോദിക്കുമ്പോൾ നമ്മൾ തളരാതെ അടിപൊളിയായിട്ട് അങ്ങ് എഴുതാം. അടുത്തത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വാച്ച് ആൻഡ് സീ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, ഡ്രോ ഗ്രാഫ് ഷോയിങ് ദി വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാഫാണ്, ഗ്രാഫ് ഷോയിങ്. അവിടെ നിങ്ങൾ പെട്ടുപോകും. വിത്ത് ഹൈറ്റ് എബോവ് എർത്ത് സർഫസ്, ഡെപ്ത് ബിലോ ദി എർത്ത് സർഫസ്. ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാം, വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഗ്രാവിറ്റേഷനകത്തെ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 3 കേസുകൾ. നിങ്ങൾ ഈ 3 കേസുകൾ എന്റെ വീഡിയോക്കകത്ത് കയറി ഗ്രാവിറ്റേഷനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഏതൊക്കെയാണ് 3 കേസ്? ഡ്യൂ ടു ദി വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡ്യൂ ടു ദി ഷേപ്പ് ഓഫ് ദി എർത്ത്, ഒരു 2 വരിയേ ഉള്ളൂ. ഡ്യൂ ടു ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ്, ഡ്യൂ ടു ഡെപ്ത് ആഴം. ഈ 3 കേസ്. പക്ഷേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ അറിയോ, പലരും ചെയ്യുന്നതാണ്. ഡ്രോ ഗ്രാഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന അങ്ങ് എഴുതി വെക്കും. എന്ത് ചെയ്യും? മിക്കവാറുള്ളവരും ഡെറിവേഷൻ അങ്ങ് എഴുതി വെക്കും. മാർക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടും. നമുക്ക് അതിന്റെ ഗ്രാഫ് വരയ്ക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫാണ്. അന്നേരം ഹൈറ്റും ഡെപ്തും വെച്ച് ഗ്രാഫ് വരയ്ക്കണം. ഡെപ്ത് അന്നേരം ഇതാണ് ഗ്രാഫ്. നിങ്ങൾ ഇതുപോലെ ഫോട്ടോ എടുത്ത് അങ്ങ് പഠിച്ചുകൊണ്ട് പോയി അങ്ങ് എഴുതി വരച്ചാൽ മതി. ഇതിനകത്ത് വേറെ രീതി ഗ്രാഫ് ഇല്ല. അന്നേരം ACAB ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയേക്കുന്നതാണ് ഹൈറ്റും ഡെപ്തും. നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഹൈറ്റും ഡെപ്തും. ഇത് സെന്റർ മൈനസ് ആർ സ്മോൾ ആർ. നിങ്ങൾ ഈ ഗ്രാഫ് അങ്ങ് പഠിക്കുക. എക്സ്പ്ലനേഷൻ ഒന്നും വലിയായിട്ട് വേണ്ട. പക്ഷേ സെന്റൻസ് മേക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെ എഴുതാം: ദി വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് എബോവ് ദി എർത്ത് സർഫസ് ഈസ് എ പാരാബോളിക് കർവ്. ഈസ് എ ഹൈറ്റ് ആണ്, ഈസ് എ പാരാബോളിക് കർവ്. ആ പാരാബോളിക് കർവിനെ ഇവിടെ അണ്ടർലൈൻ ചെയ്തേക്കും. ഓക്കെ. ഇനി വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത് AC ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഡെപ്തിന്റെ സ്ട്രെയിറ്റ് ലൈനും ഹൈറ്റിന്റെ പാരാബോളിക് കർവും ആണെന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി പഠിച്ചേക്കണം. ഗ്രാഫ് മാത്രം വരച്ച് വെക്കണ്ട. ചില അധ്യാപകർക്ക് തോന്നിയാലോ അതിനെക്കുറിച്ച് ഒരു സെന്റൻസ് മേക്കിംഗ് കൊണ്ട് ഇല്ലല്ലോ, എന്നാൽ പിന്നെ 3 മാർക്കിന് 2 മാർക്കാണെങ്കിൽ 1.5 മാർക്കോ ഒരു 1 മാർക്ക് കുറയ്ക്കാം എന്നിരിക്കുമ്പോൾ നമ്മൾ താഴെ എക്സ്പ്ലനേഷൻ എഴുതുമ്പോഴത്തേനും എന്തൊരു ഇഷ്ടമാണ് അധ്യാപകർ. ഇങ്ങനെ മണിമണി പോലെ മാർക്ക് കിട്ടും. അന്നേരം ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. അന്നേരം ഗ്രാവിറ്റേഷനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അടുത്തത് ചെറിയ ചാപ്റ്റർ നമ്മൾ കരുതും, പക്ഷേ അതിനകത്ത് ചില ചോദ്യങ്ങൾ വന്നാൽ നമ്മളെ കുഴികളെയും മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. വെയിറ്റ് ടുമോറോ അറ്റ് 5 PM അല്ല 7 PM, സോറി 7 PM. അതായത് നിങ്ങൾ ഇത് ഓർത്തേക്കണം. 5 മണിക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന്റെ വീഡിയോ വരും. നിങ്ങൾ കണ്ടില്ലെങ്കിൽ, നോട്ടിഫിക്കേഷൻ കണ്ടില്ലെങ്കിലും ചാനൽ കയറി ഇംഗ്ലീഷ് ഫിസിക്സ് എന്ന ചാനൽ കയറി നോക്കണം, കൃത്യമായിട്ട് വന്നിരിക്കും. ഓക്കെ. 7 മണിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കൃത്യമായിട്ട് വന്നിരിക്കും. അതുകൂടെ ഞാൻ പറയാണ്, ഉള്ളവരും നല്ലത് ഷെയർ ചെയ്യുന്ന കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബെല്ലൈക്കൺ എനേബിൾ ആക്കിയോ നോക്കണം. അത് കൃത്യമായിട്ട് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻസ് കൃത്യമാക്കണം. എന്നൊരു നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണ്ടി ഫുൾ ടൈം ഒരുപാട് ക്ലാസ് ഉണ്ട്. അതിനിടെല്ലാം ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. മാക്സിമം ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം മാർക്ക്. ഓക്കെ, ബൈ ബൈ, സീ യു. ഓക്കെ.